ഇപ്പോൾ യൂട്യൂബ് തുറന്ന 13-ാം ദിവസം എവിക്റ്റ് ആയി പോയ ബിൻസിയുടെ ഇൻ്റർവ്യൂവേ കാണാനുള്ളൂ. 100 ദിവസം തികച്ചവരുടെ ഇൻ്റർവ്യൂ ഒരു ചാനലിലും ഇതുവരെ വന്നിട്ടില്ല. ഷാനവാസിൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ കിടക്കുന്നത് കണ്ടു. ബാക്കിയുള്ള അനീഷിൻ്റെയോ അനുമോളുടെയോ അക്ബറിൻ്റെയോ നെവിൻ്റെയോ നൂറയുടെയോ ആരുടെയും ഇതുവരെ ഒരു ചാനലിലും ഇൻ്റർവ്യൂ കാണാൻ പറ്റിയിട്ടില്ല. ഞാൻ കുറച്ച് ഇൻ്റർവ്യൂസ് കണ്ടു നോക്കി കേട്ടോ. എല്ലാ ഇൻ്റർവ്യൂസിലും ഒരേ കാര്യങ്ങളാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇതെല്ലാം കാണാതെ പഠിച്ച് പറയുവാണെന്നാണ്. കാരണം അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു വേർഡ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാതെ കറക്റ്റായിട്ട് ഒരേപോലെ എല്ലായിടത്തും പോയിരുന്നു പറയാൻ പറ്റുന്നത്? മസ്താനിയോട് ഹൗസിൽ കിടന്ന് ഷോ കാണിച്ചത് മസ്താനി ഇൻ്റർവ്യൂവിൽ മോശമായി ചോദിച്ചു എന്ന് പറഞ്ഞാണ്. മസ്താനി ചോദിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും ഇൻ്റർവ്യൂസ് ചോദിക്കുന്നത്. അതിൻ്റെ ടോൺ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടെന്നേ ഉള്ളൂ. കണ്ടന്റ് ഒക്കെ സെയിം ആണ്. എല്ലാ ഇൻ്റർവ്യൂസിലും പറയുന്നത് എനിക്ക് PR ഇല്ലായിരുന്നു, PR ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ തകർത്തേനെ, പൊളിച്ചേനെ, കപ്പടിച്ചേനെ, എന്തൊക്കെയാ ഈ തള്ളുന്നത്. പിന്നെ പറയുന്നത് ചാച്ചൻ്റെ ഓട്ടോ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പൊളിഞ്ഞു, അപ്പോഴാണ് എൻ്റെ കയ്യിൽ നിന്ന് പോയത്. ഇത് തന്നെയാണ് അടുത്ത ഇൻ്റർവ്യൂവിലും പോയിരുന്നു പറയുന്നത്. അല്ല, 13 ദിവസം കൊണ്ട് പറയാൻ ഇതല്ലേ ഉള്ളൂ. പിന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് കേട്ടു രേണുസുതി പോകേണ്ടതായിരുന്നു എന്ന്. എൻ്റെ കൊച്ചെ രേണുസുതിക്കൊക്കെ നല്ല ഓഡിയൻസ് സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഈ കുട്ടി ബിഗ് ബോസിൽ പോയിട്ട് ഇറങ്ങി വന്നിട്ട് സ്വന്തം മാസ റീൽ മാത്രമേ കണ്ടിട്ടുള്ളെന്ന് തോന്നുന്നു. ഒരു 13 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. 13 ദിവസത്തെ എപ്പിസോഡ് കണ്ടു നോക്കുക. അപ്പോൾ കൃത്യമായിട്ട് അറിയാം ആരാണ് അപ്പാനുമായിട്ടുള്ള കഥ അടിച്ചിറക്കിയതെന്ന്. എന്നിട്ട് പെൻഡിങ് ഉള്ള ഇൻ്റർവ്യൂസ് കൂടെ ഒരു 50 ഇൻ്റർവ്യൂ പോയിരുന്നിട്ട് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് വെളുപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു എപ്പിസോഡ് പോലും ഇടാതെ കണ്ടുകൊണ്ടിരുന്ന ജനങ്ങൾ എന്താ പൊട്ടന്മാരാണോ?